ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഇപ്പം നമ്മുടെ നാട് ആ ദേശീയ സ്വാതന്ത്ര്യ സമര മൂല്യങ്ങളുടെ അടിത്തറയിലുള്ള ഭരണ നേതൃത്വമുള്ളൊരു നാടല്ല. ഇന്ത്യ BJP മൂന്നാമതും അധികാരത്തിൽ വന്നിട്ടുള്ള, ചില പരിക്കുകളോട് കൂടിയാണെങ്കിലും മൂന്നാമതും അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു രാജ്യമാണ്. BJP എന്ന് പറഞ്ഞാലോ RSS പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ RSSന്റെ കേന്ദ്ര നേതൃത്വം ഒരു യോഗം വിളിച്ചു ചേർത്തു. ആ യോഗം അവർ വിളിച്ചു ചേർത്തത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവരുടെ ആദ്യത്തെ യോഗം അവർ വിളിച്ചു ചേർത്തത് കേരളത്തിലായിരുന്നു, പാലക്കാട്ട്. ആ യോഗത്തിലേക്ക് 34 RSS സംഘടനകളെയാണ് അവർ വിളിച്ചത്. ആ 34 RSS സംഘടനകളിലെ ഒരു സംഘടന മാത്രമാണ് BJP. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 34 സംഘടനയെ RSS വിളിച്ചിട്ടുണ്ട്. അവിടെ സർസംഘ ചാലക്കിൻ്റെ മുന്നിൽ ഈ 34-ൽ ഒന്ന് മാത്രമാണ് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ BJP. ബാക്കി ഈ RSS എന്ന് പറയുന്ന നിഗൂഢ സ്വഭാവമുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ പലതരം മുഖങ്ങളുടെ പ്രതിനിധികളാണ്. അവരൊക്കെ എങ്ങനെ പ്രവർത്തിച്ചാൽ ഒരാവശ്യത്തിന് ഒരു സംഘടന ഉണ്ടാക്കുക. ഇപ്പോൾ ബാബരി മസ്ജിദ് ഒന്ന് പൊളിക്കണം എന്ന് തീരുമാനിച്ചാൽ അതിനൊരു സംഘടന ഉണ്ടാക്കും. ഹനുമാൻ സേനന്നോ മറ്റെന്തെങ്കിലും സേനന്നോ അതിനങ്ങ് പേരിടും. അങ്ങനെയാണ് ഓരോ ആവശ്യത്തിനും ഓരോ സംഘടന ഉണ്ടാക്കും. പിന്നെ ആ സംഘടന അവിടെ നിൽക്കും. അങ്ങനെ പല പല സംഘടന ഉണ്ടാക്കും. അതിൽപ്പെട്ട ഒന്നാണ് അവരുടെ രാഷ്ട്രീയ മുഖമാണ് BJP. അപ്പോൾ RSS പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. RSS ഒരു ജനാധിപത്യ ഉള്ളടക്കവുമില്ലാത്ത, എങ്ങനെ അത്യന്തം നിഗൂഢമായി പ്രവർത്തിക്കുന്ന, വളരെ സങ്കീർണത നിറഞ്ഞ വിദ്വേഷ രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ട ഒരു പ്രസ്ഥാനമാണ്. അവർ നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നത്. ജനാധിപത്യം ഇല്ലാത്ത ആൾക്കാരുടെ കൈകളിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിയന്ത്രണത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന വൈരുദ്ധ്യം നമ്മുടെ നാടിപ്പോൾ അനുഭവിക്കുകയാണ്. ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും, അതിൻ്റെ ഉത്പതിഷ്ഠിത്വമായിരുന്നു. മഹനീയമായ ലോകവീക്ഷണമുള്ള, ഉന്നതമായ ഉത്പതിഷ്ഠിത്വമുള്ള, മനുഷ്യസ്നേഹത്തിൻ്റെ മഹാ ഔന്നത്യത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട നല്ല മഹാത്യാഗികളാണ് നമ്മുടെ ഒന്നാമത്തെ ഇന്ത്യൻ ക്യാബിനറ്റും ഇന്ത്യയുടെ ഭരണ നേതൃത്വവും. ഇപ്പോഴാരാ? നിങ്ങൾ ആ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലേക്ക് നോക്കിയിട്ട് അതിനകത്തുള്ള ഒരു ദീക്ഷണാശാലിയെ കണ്ടെത്തും. ആരാ? നമ്മുടെ രാജ്യത്തിൻ്റെ തകർച്ചയിലേക്കൊന്ന് നോക്കൂ. ഏറ്റവും തിരിച്ചറിയാൻ അത് മതി. വല്ലഭായ് പട്ടേലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ വല്ലഭായ് പട്ടേൽ ഇരിക്കുന്ന കസേരയിൽ അമിത്ഷാ ഇരിക്കുകയാണ്. പട്ടേൽ എവിടെ, അമിത്ഷാ എവിടെ എന്നുള്ള അകലം എല്ലാ വീക്ഷണത്തിനും. ഞാൻ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ആ മന്ത്രി പദവിയിലിരിക്കുന്നതിൽ, അല്ലെങ്കിൽ താഴെ ഗവൺമെൻറ്റുകളിരിക്കുന്നതിൽ, മുഖ്യമന്ത്രിമാരായിട്ട് മാറുന്നതിൽ അവരുടെയൊക്കെ പ്രത്യേകത എന്താ? ഭീകരമായ വംശീയ വിദ്വേഷത്തിൻ്റെ, ന്യൂനപക്ഷ വിരുദ്ധതയുടെ, പ്രാകൃതമായ മനോഭാവങ്ങളുടെ ഒരു കൂട്ടായ സങ്കലനം എന്നുള്ള നിലയ്ക്കുള്ള രാഷ്ട്രീയ നേതൃത്വം നമുക്ക് കാണാൻ കഴിയും. ഒരു രാജ്യത്തിൻ്റെ സാമൂഹ്യ മൂല്യങ്ങളുടെ തകർച്ചയുടെ അടയാളങ്ങളെയാണ് നമ്മൾ അതിൽ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നയങ്ങളിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. ആ നയങ്ങൾ പൂർണ്ണമായി എങ്ങനെയാണ് കണ്ണിചേർക്കുന്നത്? ഒരു ഭാഗത്തത് തീവ്ര ഹിന്ദുത്വ വർഗീയ മൂല്യങ്ങളെ കണ്ണിചേർക്കുന്നു. ഒരു കാരണവശാലും അതും ഹിന്ദുവായിട്ട് യാതൊരു ബന്ധവുമില്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നാണ്. ഹിന്ദുത്വം എന്നത് RSS മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ജീവിത പരികൽപ്പനയാണ്. അതിൻ്റെ അടിത്തറയാണ് അന്യമത വിദ്വേഷം. അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രമുണ്ട്, അതിൻ്റെ പൊതു വീക്ഷണങ്ങളുണ്ട്. ആ ഒരു വീക്ഷണമാണ്, അത് ഹിന്ദുവായിട്ട് ബന്ധപ്പെട്ടതല്ല. അത്യന്തം പ്രതിലോമകരമായ ഒരു ജീവിത വീക്ഷണത്തെ RSS കണ്ടെത്തിയതിൻ്റെ പ്രയോഗവൽക്കരണമാണ്
ഹിന്ദുത്വം എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രം.